അപ്പോൾ നമ്മൾ ഹാരിസിക്കയുടെ കൂടെയാണ് ഈ ട്രിപ്പ് വന്നത്. ഹാരിസിക്ക ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ട് ഈ ട്രിപ്പ് വരാനുള്ള ഒരു മെയിൻ കാര്യം. അപ്പോൾ എത്ര തവണ അവിടെ വന്നിട്ടുണ്ടാവും മലേഷ്യയിൽ? എത്ര തവണ എന്ന് വെച്ചാൽ എൻ്റെ 227ാമത്തെ തായ്ലൻഡ് ഗ്രൂപ്പ് ടൂറാണ്. 227ാമത്തെ ഗ്രൂപ്പ് ടൂർ അന്നേക്ക് നോക്കിയാൽ അതിന്റെ കൂടെ ഒരു 100 കൂടിയും കൂട്ടാം. ഇത്ര ആണോ വന്നിട്ടും എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ, ആള് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നതും. ഒരു കാര്യം നമ്മൾ ശരിക്കും ആളും അത്ര ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് അത് ചെയ്യണമെന്നുള്ളത്. അത് സത്യമാണോ അതോ ഞങ്ങൾ എന്റർടൈൻ ചെയ്യാൻ? തീർച്ചയായിട്ടും അല്ലല്ല. ഇത്ര പ്രാവശ്യം ഓരോ പ്രാവശ്യം വരുന്ന ആളുകൾ വ്യത്യസ്തമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം നമ്മുടെ കൂടെ വരുന്ന ഗസ്റ്റുകൾ ഹാപ്പി ആവുന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഞാനത് ആ ഫീൽ ഉൾക്കൊണ്ട് പറഞ്ഞാലാണ് ഇവർക്കത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഡേ 1 അതൊക്കെ ഞാൻ പറഞ്ഞപ്പോഴും അതൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും നെറ്റി വിളിച്ചു. പക്ഷേ എന്നോട് ചോദിച്ചു പൊതേനെ കിട്ടില്ലല്ലോ എന്ന് ചോദിച്ച് നടപ്പായി തുടങ്ങി. അപ്പോൾ ആ എക്സൈറ്റ്മെന്റ് ഇനി എത്ര ഒരു 100 പ്രാവശ്യം വന്നാലും അതേ എക്സൈറ്റ്മെന്റ് ഇവിടെ ഉണ്ടാവും. തീർച്ചയായിട്ടും. തായ്ലൻഡ് എന്ന് പറഞ്ഞാൽ തായ്ലൻഡ് ഓരോ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പുതുമകളുണ്ട്. നമ്മളത് മനസ്സിലാക്കി കൂടുതൽ പഠിച്ച് അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് ആ ഫീല് കിട്ടിക്കൊണ്ടിരിക്കുള്ളൂ. അപ്പോൾ ഇനിയും 1000 വട്ടം വന്ന് കണ്ടാലും മതിയാവില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത്. ഞങ്ങളുണ്ടാവും ചിലപ്പോൾ. ഒരു ഡൗട്ടും കൂടി ഉണ്ട്. അതായത് ഇപ്പൊ നമ്മള് ഫാമിലി ആയിട്ട് വരുന്നതും രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് വരുന്ന വ്യത്യാസമാണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ എങ്ങനെയാണ് ഇതിനേക്കാളും വേറെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഓരോ മൂഡാണ്. അത് ഫാമിലി ആയിട്ട് വരാന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഫാമിലിയുടെ ആ ഒരു സ്റ്റൈലിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. നേരെ മറിച്ചപ്പോ ബാക്ക് ട്രിപ്പ് മാത്രമാണെങ്കിൽ അത് വേറൊരു മൂഡാണ്. എല്ലാം അവൈലബിൾ ആണ്. ഇനിയിപ്പോ നമ്മൾ ഒറ്റക്ക് കറങ്ങേണ്ട അത് വേറെ ഒരു മൂഡിന് സപ്പോർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്ന പോലെ 2 വയസ്സുള്ള കുട്ടി മുതൽ 80 വയസ്സുള്ള ആൾക്ക് വരെ ഒരേപോലെ ഹാപ്പി ആവുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് തായ്ലൻഡ്. അടിപൊളി. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് നല്ലൊരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു യാത്ര ഒരുക്കി തന്നത് വളരെ സന്തോഷം. എന്തായാലും ഈ ചാനലിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ യാത്ര ചെയ്ത് വരെ വളരെ 5 ദിവസം വളരെ ഹാപ്പി ആയിട്ട് ഒരു അടിച്ചു പൊടിച്ച് പോണ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് അതിനപ്പുറത്തെ എക്സ്പീരിയൻസ് നമ്മൾ 10 ട്രൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഇവർ 150 പോയി ട്രൈ ചെയ്ത് വരുന്ന ആളുകളാണത്. അപ്പോൾ അത് കാണുമ്പോൾ വലിയ സന്തോഷമാണ്. അതിനകത്ത് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ വരെ സംസാരത്തിലുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും എന്തായാലും വളരെ സന്തോഷം. നമ്മൾ പോവാന്ന് പറഞ്ഞപ്പോൾ ശരിക്കും സത്യം പറയുകയാണെങ്കിൽ സങ്കടം. ഏതാണ്ട് നമ്മൾ കുറെ നാൾ ബന്ധുവീട്ടിലൊക്കെ നിൽക്കുന്ന പോയി. അതുപോലെ ഇവിടെ ഇത് നമ്മുടെ സ്ഥലമായ പോലെ തോന്നുന്നു. തീർച്ചയായിട്ടും നമ്മളിപ്പോ തായ്ലൻഡിന്റെ ബാങ്കോക്ക് ആൻഡ് പട്ടായയുടെ ചെറിയൊരു ഏരിയ മാത്രമാണ് കണ്ടത്. തായ്ലൻഡ് ഇനിയും കിടക്കുകയാണ്. ഫുക്കറ്റ്, ക്രാബി, ചാങ്മായ്, ചാങ്റായ്, അങ്ങനെ ഒരുപാട്. ഇപ്പൊ നമ്മുടെ കേരളം തന്നെ 3 ദിവസം കൊണ്ട് 5 ദിവസം കൊണ്ട് കണ്ട് തീരില്ല. അതുപോലെയാണ് തായ്ലൻഡ് എന്നൊരു രാജ്യമാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞ ഒരു 1.5 മാസം നടന്ന് കാണാനുള്ളതുണ്ട്. ഇനിയും വരും. ദൈവം അനുഗ്രഹിച്ച് നമ്മൾ ഇനിയും വരും. കൂടെ ഞാനും ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ കേട്ടോ, സോൾട്ടയർ ബാങ്കോക്ക്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ രാത്രി ബാങ്കോക്കിൽ ഇന്നലെ വന്നിട്ട് സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള കാഴ്ചകൾ കാണാൻ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അതിനുള്ള സമയം കിട്ടിയില്ല. ഉണ്ടാവും. അതെ, തട്ടുകട പോലെ ഈ സാധനം എല്ലാ സാധനം കിട്ടുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ഹോട്ടൽ കേട്ടോ. 7-Eleven. ഇതിനകത്ത് എല്ലാ സാധനങ്ങളും ബിയറടി കാര്യങ്ങളൊക്കെയാണ് കണ്ടോ. ഇതിനകത്ത് നോക്കിയ സാധനങ്ങൾ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആയിരിക്കും. പേസ്റ്റ് മേടിക്കണം കണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതിന് ഇറങ്ങി. അങ്ങനെ പ്രത്യേകിച്ചൊന്നും മേടിച്ചൊന്നുമില്ല. അതിനകത്ത് എല്ലാ സാധനം കിട്ടും. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടും അതിനകത്ത്. കുപ്പി അടക്കമുണ്ട് കണ്ടാ. മസാജ് സെൻറ്റർ. ആ വണ്ടി കണ്ട, ആ വണ്ടിയാണ് നമ്മുടെ പട്ടായയില് ടുക്ക് പോലെ കണ്ടതിന് പകരം ഇവിടെ ആ വണ്ടിയാണ് കണ്ടത്. ഈ വണ്ടി ആദ്യം സെറ്റപ്പില്ലേ, സൗണ്ടൊക്കെ കേട്ടോ അതിൻ്റെ. ഇത് വേറെ 7-Eleven കണ്ട. തൊട്ടപ്പുറത്ത് വേറെ 7-Eleven കണ്ട. അതേ കടയുടെ വേറെ കുറച്ചുകൂടി വലിയ വേർഷൻ. ഇവിടെയൊക്കെ നമുക്ക്
ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഫുള്ള്. കണ്ടോ, ഇതാണ് ബാങ്കോക്ക്. പട്ടായക്കാളും കുറച്ചും ഡിഫറെൻ്റ് ആട്ടോ ബാങ്കോക്ക്. കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്ഥലമാണ്, അങ്ങനെ ലോക്കൽ ഇതല്ല പട്ടായ പോലെ. ഇവിടെ ഇതിൻ്റെ ക്യാപിറ്റലാണിത് തായ്ലാൻഡിൻ്റെ. അപ്പോൾ അത് കാരണം കുറച്ചുകൂടിയും ഒരു സ്റ്റാൻഡേർഡ്, ഇപ്പോൾ നമ്മളെ കൊച്ചി എന്നൊക്കെ പറയണ പോലെയുള്ള ഒരു സെറ്റപ്പാണ്. ഫുള്ള് ഹൈ എൻഡ് ബിൽഡിങ്സും കണ്ടോ, വലിയ വലിയ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ അവിടുത്തെ പോലെ രാത്രി 2 മണി 3 മണി വരെ ഒന്നും ഓപ്പൺ ആയിരിക്കില്ല. ഒരു 10:30 കഴിക്കുമ്പോഴേക്കും എല്ലാവരും കടയൊക്കെ ക്ലോസ് ചെയ്ത് അവർ പോവും. രാത്രിയാകുമ്പോൾ ഈ വൈബ് ഉണ്ടാവും എപ്പോഴും. ഇതാണ് ബാങ്കോക്ക്. അപ്പോൾ നമ്മൾ പട്ടായയിൽ നിന്ന് ബാങ്കോക്കിലേക്ക് വന്നു. ബാങ്കോക്കിൽ മെട്രോ ഉണ്ട് കേട്ടോ. ഈ കാണുന്ന മെട്രോ ലൈനെ കാണുന്നത്. ബാങ്കോക്കിൽ മെട്രോ ഉണ്ട്. ഈ ക്യാപിറ്റൽ സിറ്റി ആയതുകൊണ്ട് മെട്രോ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പട്ടായയിലൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പെഷ്യൽ ഒരു സ്ട്രീറ്റ് ഉണ്ട്, നാന എന്ന് പറഞ്ഞിട്ട്. മറ്റേ പട്ടായയിലെ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോണ വഴി കണ്ട പോലെ ഇവിടെ നാന എന്ന് പറഞ്ഞിട്ട് സ്ട്രീറ്റിലാണ് ഹാപ്പനിങ് ആയിട്ടുള്ള സ്ട്രീറ്റ്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ നമ്മുടെ ഹോട്ടലിൽ നിന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ അവിടേക്ക്. അതിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. ഈ തിരക്ക് നമ്മൾ പട്ടായയിൽ കണ്ടിട്ടില്ല, കാരണം അവിടെ അത്ര ട്രാഫിക് ഇല്ല. ഇവിടെ ക്യാപിറ്റൽ സിറ്റി ആയതിൻ്റെ പേരിൽ നല്ല ട്രാഫിക് ആയിരിക്കും എപ്പോഴും. ഇതാണ് നമ്മൾ പറഞ്ഞ സ്ട്രീറ്റ് കണ്ടോ. അവിടെ ഫുള്ള് മറ്റേ പട്ടായ ബാങ്കോക്ക് വാക്കിംഗ് അല്ല പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിൽ കണ്ട പോലത്തെ സെറ്റപ്പാണ് ഇവിടെ ഫുള്ള് കണ്ടോ. അങ്ങനെ അവസാനം ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ സെറ്റ് ചെയ്തു. ഇതാണ് റെസ്റ്റോറൻറ്റ്. ഇവിടെ എല്ലാ സാധനം കിട്ടും. ഫുഡിന് ഫുഡ്, ബിയറിന് ബിയർ, സ്മോളിന് സ്മോൾ എല്ലാം കിട്ടും. ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. താഴെയുണ്ട് ഡൈനിങ്, അപ്പുറത്ത് റോഡ്, നല്ല വൈബ് സ്ഥലം. പറഞ്ഞപ്പോ അപ്പോൾ ഞങ്ങൾ ഇവിടെ ഫുഡ് ഇങ്ങനെ എന്താണെന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ഫുഡുകളുണ്ട്. ഭയങ്കര റേറ്റ് ഒക്കെയാണ് ചിലവരൊക്കെ. നമ്മൾ വിശപ്പ് മാറ്റാം, കാരണം നമ്മൾ ഒരുവിധമൊക്കെ എക്സ്പ്ലോർ ചെയ്തു. ഇനി വിശപ്പ് മാറ്റാം, എന്തെങ്കിലും ഡ്രിങ്ക്സ് കഴിക്കുകയാണെങ്കിൽ കഴിക്കുക. അതാണ് നമ്മുടെ പർപ്പസ്. ഫുഡ് വന്നിട്ട് കാണാം. അല്ല, ഈ പ്രബന്ധമാകുന്ന മെനു മുഴുവൻ സെർച്ച് ചെയ്തിട്ട് ആൽവിച്ചൻ അങ്ങനെ വെറും അൽഫാം ഷവായി ഓർഡർ ചെയ്ത ഒരു മഹത്വപൂർണമായ നിമിഷം. എങ്ങനെയുണ്ടാ? വെറൈറ്റി ടേസ്റ്റ് ആണോ? അതെ, എനിക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ വയ്യ, അതുകൊണ്ടാണ്. ഓക്കെ, ഇതും ഇതുപോലെ തന്നെ ഞാൻ സീരീസിൽ കണ്ട് എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു ഐറ്റാണ്. പക്ഷെ വന്ന് ടേസ്റ്റ് നോക്കിയപ്പോഴും എനിക്കിഷ്ടമായി. നമ്മുടെ ഒരു കഞ്ഞി ഇപ്പോൾ ചിക്കനൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് ഒരുപാട് ഫ്ലേവറൊക്കെ ഇട്ട് വേവിച്ച് എങ്ങനെ ഇരിക്കും, അങ്ങനെ ഒരു ടേസ്റ്റാണ്. പക്ഷെ അത് ഭയങ്കര സൂപ്പ് പോലെ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ. 1 സെക്കൻഡ് ഞാൻ കാണിച്ചു തരാം. നല്ല ടേസ്റ്റ് കേട്ടോ. ഇതിൽ ഫിഷ് ഉണ്ട്, റൈസ് ഉണ്ട്, നൂഡിൽസ് ഉണ്ട്, പിന്നെ ചിക്കൻ ഉണ്ട്. ഇട്ടിരിക്കുന്നതിൻ്റെ ചെമ്മീൻ അങ്ങനെ എന്തോ ആണ്, അല്ലെങ്കിൽ ഫ്ലേവർ ആവാൻ സാധ്യതയുണ്ട്. 1 സെക്കൻഡ് ഞാൻ കഴിച്ചോട്ടെ. അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി നേരെ എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോട്ടലിലേക്ക് പോകണതാണ്. ഇന്നത്തെ ദിവസമൊക്കെ നമ്മുടെ ഇവിടെ അവസാനിച്ചു. ഇനി നാളെ എന്താ പരിപാടി വെച്ചാൽ നാളെ സഫാരി പാർക്ക്. ഓക്കെ, നാളെ സഫാരി പാർക്കിൽ പോവും. കഴിഞ്ഞൊരു ഉച്ചയാകുമ്പോഴേക്കും ഇവിടെ നിന്ന് പോകും അല്ലേ? വൈകുന്നേരം ആകുമ്പോഴേക്കും എയർപോർട്ട് എത്തും. പിന്നെ അവിടെ നിന്ന് നേരെ തൃശ്ശൂർ അല്ല കൊച്ചി. യെസ്, ഇന്നത്തെ കഴിഞ്ഞു. കേട്ടാ, ഗുഡ് മോർണിംഗ്. അങ്ങനെ പറഞ്ഞ് ഇന്ന് നമുക്ക് പോവാനുള്ള ഡേ വന്നെത്തിയിട്ടുണ്ട്. ആകെ സങ്കടമായി. കുറച്ച് ദിവസം ഇവിടെ ഇങ്ങനെ എല്ലാം മറന്ന് എൻജോയ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഇന്ന് ഇങ്ങനെ രാവിലെ നമുക്ക് തോന്നി ഇങ്ങനെ അയ്യോ ഇന്ന് കഴിയുമല്ലോ, ഇന്ന് തിരിച്ച് നാട്ടിൽ പോയിട്ട് ഈ നാളെ തൊട്ട് ഓഫീസിലേക്കൊക്കെ പോകണം. അങ്ങനെയുള്ള സാധാരണ നമ്മുടെ ജീവിതത്തിലേക്ക് കിടക്കാണെന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടികൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താഴെ പോകണം. ഇന്നലെ ഓടിപ്പടഞ്ഞ് പോയ കാരണം കൊണ്ട് മര്യാദയ്ക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ നന്നായിട്ടൊന്നും ഭക്ഷണം കഴിക്കണം. പിന്നെ എന്താ പരിപാടി? പിന്നെ സഫാരി വേൾഡിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഒരു പരിപാടിയും ഇല്ല, നേരെ നമ്മുടെ ഫ്ലൈറ്റ് കയറാൻ പോയിട്ട് പിന്നെ ലോക്കലായിട്ട് നമ്മുടെ ഭാഷ പറയും, അങ്ങനെ നാട്ടിലേക്ക് വരും. അങ്ങനെ നമ്മുടെ വ്ളോഗ് അവിടെ അവസാനിക്കും. അപ്പോൾ
പക്ഷേ ഓരോ യാത്രകൾ ഇങ്ങനെ തുടങ്ങുമ്പോഴും ഓരോ യാത്രകൾ ചെയ്യുമ്പോഴും നമ്മൾ ഇങ്ങനെ വിചാരിക്കും ഇത് നല്ലൊരു യാത്രയായി, അപ്പൊ ഇതിൽ നമുക്ക് അവസാനിപ്പിക്കാന്നൊക്കെ വിചാരിക്കും നമ്മള്. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണ് നടക്കുക. ഈ യാത്ര ഇങ്ങനെ ഇങ്ങനെ അതിൽ എൻജോയ് ചെയ്ത് വേറൊരു നാട് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം, എന്തായാലും ഇനി ഈ ട്രിപ്പിൽ തന്നെ അടുത്ത ട്രിപ്പ് ഏതാന്ന് ഡിസൈഡ് ചെയ്തിട്ടേ പോകൂ എന്നുള്ള ഒരു തീരുമാനമാണ് നമ്മൾ എടുത്തിരിക്കണേ. അപ്പൊ എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. അങ്ങനെ നമ്മൾ സഫാരി പാർക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് സഫാരി പാർക്കിന്റെ എൻട്രൻസ്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഒരു 1 hour യാത്ര ഉണ്ടായിരുന്നു സഫാരി വേൾഡിലേക്ക്. അപ്പോൾ ഇവിടെ കുറേ അധികം കാര്യങ്ങൾ കാണാനുണ്ട്. ലൈക്ക് ഒറാങ്കുട്ടൻ ഷോ, പിന്നെ എലിഫന്റ് ഷോ, പിന്നെ നമ്മൾ ഓപ്പൺ സൂ ആണ്. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതുപോലെ ഗ്രൂപ്പായിട്ട് വരുവാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഗൈഡിൻ്റെ ഗൈഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം, ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട്. അപ്പോൾ ഇതാണ് സഫാരി വേൾഡിലേക്കുള്ള എൻട്രൻസ്. ഓക്കെ, കുറേ അധികം വണ്ടികൾ വന്നിട്ടുണ്ട്. വൺ ഓഫ് ദ മെയിൻ അട്രാക്റ്റിംഗ് പോയിന്റ്സ് ആണ് നമ്മുടെ തായ്ലാൻഡിലുള്ളത് ഈ സഫാരി വേൾഡ്. നമ്മുടെ ലാസ്റ്റ് ഡേ ഇതിന് അകത്ത് മാത്രമായിരിക്കും, വേറെ പരിപാടികളൊന്നുമില്ല ഇന്ന്. ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇവിടെ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ ഒരു 4 മണി സമയമാവും എന്തായാലും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോകും. അതാണ് പ്ലാൻ. നമ്മൾ സഫാരി വേൾഡ് കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. നല്ല ഒരു കാട്ടിലേക്ക് കടക്കണ പോലെ ആയിരിക്കും കാണുന്നത്. കുറേ ആനകൾ, ഇവിടുത്തെ തായ്ലാൻഡിൻ്റെ സ്വന്തമാണല്ലോ ആനകൾ. കണ്ട ഇതാണ് പൂന, ആനയുടെ ഒരു വേർഷൻ വരുമ്പോൾ അങ്ങനെയുണ്ട്. സഫാരി വേൾഡിലേക്ക് കടന്നു. ഓരോ നമ്മുടെ സ്റ്റിക്കറൊക്കെ ഇങ്ങനെ ടൈം ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചിട്ട് വേഗം ഒട്ടിച്ചിട്ട് നമ്മളത് കൊണ്ടുപോകണം. ഒരു ഷോ ഉണ്ട്, അത് സ്റ്റാർട്ട് ചെയ്തു ഓൾറെഡി. 10:15 ഷോ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ലേറ്റായി ട്രാഫിക് കാരണം നമ്മൾ ഈ ഓടണം. അപ്പോൾ കടന്നപ്പോൾ ഫുൾ ഗ്രീനറിയാണ് കേട്ടോ. കുറേ പഞ്ചവർണ്ണ തത്തകൾ. അത് കുറച്ച് കഴിയുമ്പോൾ ഒരു ബാറ്ററി ഉപയോഗിക്കും. അപ്പോൾ അത് കൊച്ചുമോളെ ആൾക്കാരുടെ ഫോട്ടോ. അയ്യോ നമ്മളവിടെ അപ്പോൾ ഒരു ഒറാങ്കുട്ടാൻ ഷോ ഉണ്ട്, അത് കാണാനാണ് ഇപ്പോൾ നമ്മൾ പോണത്. അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയണത്. നമുക്ക് നോക്കാം. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞങ്ങൾക്ക് എല്ലാ മൃഗങ്ങളും പൂച്ചയിട്ടത് ശരിക്കും നമ്മൾ നോക്കും. ചിങ്കപ്പൻ ഇടക്കിടക്ക് കുച്ചുവള ജീവികളാണ് കണ്ട. കറക്റ്റ് അലച്ചതായുള്ള മനാട്ടി അലച്ചത് അടുത്ത് കുച്ചുമുളക് കണ്ട. ഇടക്കിടക്ക് കുച്ചുമുളക് വരും. നമുക്ക് സർപ്രൈസ് തരാൻ. പക്ഷെ ആദ്യത്തെ ഒരു തവണ പറയുള്ളൂ. അലച്ചനെ ഞാൻ കാണിച്ചുതരാം. അത് അലച്ചല്ല, ഒറാങ്കുട്ടാൻ ഷോ, ജംഗിൾ വാക്ക്. നമ്മൾ ജംഗിളിനുള്ളിൽ കിടക്കാന്ന് പറയണം. അവിടെ ഒറാങ്കുട്ടാൻ ഷോ തുടങ്ങി. നമ്മളാക്കി പോയിക്കൊണ്ടിരിക്കുക സ്പീഡിൽ. ഇതിനുള്ളിൽ കൂടെ പോകണം. കുച്ചുമോളെ ചായകളൊക്കെ പോലെ.
അപ്പോൾ ഇതാണ് ഒറാങ്കുട്ടാൻ ഷോ. ഒറാങ്കുട്ടാൻസിനെ കൊണ്ട് ട്രെയിൻ ചെയ്യിച്ചിട്ട് ഇങ്ങനെ ഓരോ കോമഡി തീമിൽ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളിപ്പോൾ മറ്റേ ഒറാങ്കുട്ടാൻ്റെ ഷോ കഴിഞ്ഞിട്ട് കുറച്ച് പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് കൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. കണ്ട കിടക്കുന്നു. ഇതിന് പേരെന്തിന്നോ? പേര് മറന്നുപോയി. മങ്കീസ് മങ്കി നോക്കടി. ലങ്കൂർ വേണ്ടാ ഭക്ഷണം അങ്ങനെ വേണ്ട. ഇത് സ്പൈവാർ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോ ആണ്. അതായത് സിനിമ, നമ്മുടെ സിനിമയില്ലേ ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു പരിപാടി ഒരു ഷോ ആയിട്ട് കാണിക്കുകയാണ്. അപ്പോൾ അത് കാണാൻ പോവാം. പോയാ നോക്കിയാൽ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കണ്ടോ? ഒരു സിനിമ സെറ്റിൽ കാണുന്ന പോലത്തെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഷോ തുടങ്ങിയിട്ടില്ല, ഇപ്പോൾ തുടങ്ങും. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ആ ഷോ കഴിഞ്ഞു. അത് വലിയ സുഖമില്ലാത്തൊരു ഷോ ആയിരുന്നു. അപ്പോൾ നിങ്ങളിങ്ങനെ വരികയാണെങ്കിൽ അതിനകത്ത് കയറണമെന്ന് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ട് വാർലെസ് എന്ന് പറഞ്ഞ സാധനത്തിനെ കാണാൻ വന്നിരിക്കുക. എൻ്റെ പേരിൽ തന്നെയല്ലേ അതിനെ കാണാൻ വന്നിരിക്കുകയാണ്. അതിൻ്റെ എന്തോ ഷോ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ അകത്ത് നോക്കാം. ഇത് ഇതിനകത്ത് തന്നെയുള്ള എഗ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. കണ്ടോ? ഇതിൽ മുട്ടേനെ കുറിച്ചിട്ടും കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നത് അതിനകത്ത്. അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷനാണ്. ഓസ്ട്രിച്ച് എഗ് ഡെവലപ്മെൻറ്റ്, എഗ്ഗിൻ്റെ ഡേ 1 ഡേ 2 ഇതൊക്കെ നമ്മൾ വെറുതെ ഓടിച്ച് കാണുക കേട്ടോ. നോക്കിയ പ്രത്യേക മുട്ടകൾ, ഓരോ ടൈപ്പ് മുട്ടകൾ, ഓരോ കിളികളുടെ എല്ല്, ഹോൺബില്ല്, തല, ഓസ്ട്രിച്ചിൻ്റെ അസ്ഥി, ഓസ്ട്രിച്ചിൻ്റെ മുട്ട. കാപ്പിബറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജീവിനെയാണ് ഇത്. എല്ലാവരും നല്ല മടിയന്മാരാന്ന് തോന്നുന്നു. നല്ല ഉറക്കമാണ്. അതെ, വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. കണ്ടു കണ്ട പോൾസിക്ക് ചായ കണ്ട നമുക്കിപ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റില്ലേ. അടുത്തത് നമ്മൾ ജിറാഫിനെ കാണാൻ പോവാണ്. ജിറാഫുകളുടെ ഒരു കൂട്ടം, വലിയ വലിയ ജിറാഫുകളുടെ. അതിന് നമുക്ക് അടുത്ത് കാണാം ടെറസിലായിട്ട്. കണ്ടോ? ജിറാഫ് ടെറസ്. അപ്പോൾ ഈ ടെറസിൽ നിന്നിട്ടാണ് ജിറാഫിനെ നമുക്ക് കാണാൻ പറ്റുക. ഫീഡ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് തോന്നുന്നത് പൈസ കൊടുക്കണം. നമ്മൾ പൈസ കൊടുത്തിട്ട് സാധനങ്ങൾ മേടിച്ചിട്ട് അതിനെ ഫീഡ് ചെയ്യാം. അപ്പോൾ താഴെ അതിനെ വളർത്തുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് അതിൻ്റെ ഹൈറ്റ് ഇത്രയുള്ളതുകൊണ്ടേ ഇത്ര അടുത്ത് വന്ന് നിൽക്കും. ഈശോ ഉച്ചമോളെ
വലിയ നാവാട്ടാ. അടിക്ക് തന്നെ കഴിക്കുന്നില്ല, ഇങ്ങനെ തന്നെ കണ്ടോ കണ്ടോ ആള് ഇവിടെ നിൽക്കുന്നുണ്ട്. ചാക്ക് പോലെ ജിറാഫിനെ തൊട്ടടുത്ത് കാണാൻ പറ്റും. വരുന്നു എല്ലാവരും. പിമ്പിടുള്ളൊരു ജിറാഫ്. ഇത് കണ്ടിട്ടുണ്ടോ നമ്മുടെ ആനിമൽ പ്ലാനറ്റിലൊക്കെ കാണാം ഇതിന്റെ വീഡിയോസ്. ഈ സാധനം ഇവിടെ ഉണ്ട്. ഇതേ കണ്ട എനിക്ക് നിൽക്കുന്നതിന്റെ പേരെന്താണ്? മീർക്കാറ്റ. ആ മീർക്കാറ്റല്ല എന്റെ പേര്. വേണ്ടല്ലേ, വേണ്ട പ്രശ്നം ഉണ്ടാക്കല്ലേ. വിട്ടേക്ക് വേണ്ട വേണ്ട. തൂക്കുപാലത്തേക്ക് കയറി കേട്ടോ. തൂക്കുപാലം എവിടെ ആടുണ്ട് കേട്ടോ. ഒടിയുണ്ട. നമ്മളിനി ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഇതിനകത്ത് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഡോൾഫിൻ ഷോ കാണാൻ പോവാം. ഡോൾഫിൻ ഷോ ഉണ്ടെന്ന് പറഞ്ഞു, അത് കാണാൻ പോവാം. അപ്പോൾ ഇവിടെ ഒരു പാലത്തിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ കണ്ട ഓക്കെ എന്ത് രസമായിട്ടാ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കണ്ട. നമ്മുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കണ്ട പോലത്തെ പരിപാടി അതേപോലെ പുറത്തുണ്ട്. ഡോൾഫിൻ ഷോ കാണാൻ വന്നിരിക്കുകയാണ്. തിരക്ക് കണ്ട. ഇതിൻ്റെ അകത്ത് ഡോൾഫിൻസിൻ്റെ പരിപാടികളുണ്ടാവുന്ന പറഞ്ഞത്. നോക്കാം. ഡോൾഫിൻ ഷോ കാണാൻ വന്നിരിക്കാണ് കേട്ടോ. അപ്പോൾ ആ കുട്ടികൾ കുറേ കുട്ടികൾ കാണാൻ വന്നിട്ടുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഇപ്പം അവർ പാടണം നോക്കിയോളൂ കേട്ടോ. ഇതിന് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത്. ഞാനപ്പോൾ ഓടിയൊക്കെ നല്ല ഫിഷിൻ്റെ സ്മെല്ലാണ് കേട്ടോ. കാണാനുള്ള ഭംഗി എന്താന്ന് നോക്കിയാലേ, ഒരു പിങ്ക് കളറിൽ ഒരു പൂ വിരിഞ്ഞ് നിൽക്കണ പോലെ അവരെ കാണാനായിട്ടുള്ളത്. ബ്യൂട്ടിഫുള്ളാണ്. നമ്മുടെ താറാവിൻ്റെ പോലെ തന്നെയാണെന്നുള്ളൂ. ചെളിയിലാണ് അവർ ഏറ്റവും കൂടുതൽ നിൽക്കണേ ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ തായ്ലാൻഡിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി എന്താണ് സമയം ഇവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ തായ്ലാൻഡിലത്തെ അവസാനത്തെ ദിവസം അവസാനത്തെ കാഴ്ചകളൊക്കെ ആയിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള ട്രിപ്പായിരുന്നു. ദിവസങ്ങളും സമയവും ഒന്നും പോയത് അറിഞ്ഞില്ല.
കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി, വേറൊരു സംസ്കാരം എന്താണെന്ന് പരിചയപ്പെടാനും അവരുടെ പല 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 കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ട് പറ്റി. അവരുടെ ഭക്ഷണ രീതി, ജീവിത സാഹചര്യങ്ങൾ, അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എപ്പോഴെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒരു യാത്രയൊക്കെ ചെയ്യണം. കുറേ എക്സ്ക്യൂസ് ഉണ്ടാവും നമുക്ക്, പക്ഷേ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഏതെങ്കിലും ഒരു യാത്ര ചെയ്യാനായിട്ട് പറ്റണം. അത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഇനി എന്താ ചെയ്യുക? ടാറ്റാ ബൈ ബൈ പറയണ്ടേ? അപ്പോൾ ബൈ.